വാ. അടുത്തത് ഞാൻ വരാം. സംസാരിക്കാനേ അറിയില്ല. എല്ലാം കാര്യങ്ങൾ വളരെ ചുരുക്കി കറക്റ്റ് ആയിട്ട് പറയുള്ളൂ. പിന്നെ ഇങ്ങനെ ഒരിക്കലും സംസാരിക്കാറില്ല, നേരെ സംസാരിക്കാറുള്ളൂ. നല്ല ഒച്ച, ഒട്ടും കരയാറേ ഇല്ല. പിന്നെന്തൊക്കെയാണ്? മതിയാടി, വേറെന്തൊക്കെ വേണം? ഇത്രയൊക്കെ ഋഷി വളരെ മോശപ്പെട്ട വ്യക്തി. വളരെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിലെല്ലാം കൊണ്ട് തലയിടും. എന്ത് പ്രശ്നം വന്നാലും അതിന് മുന്നിൽ കയറിയിരുന്ന് അതിന്റെ തലയിട്ട് കൊളവാക്കി നശിപ്പിച്ചിട്ടേ ഋഷിക്ക് അടങ്ങത്തുള്ളൂ. പിന്നെ ഋഷിയുടെ ഹെയർ സ്റ്റൈല് വളരെ മോശമാണ്. ഇത്രയും മോശപ്പെട്ട ഹെയർ സ്റ്റൈൽ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വാ തുറന്ന കള്ളം. ഇങ്ങനെ കള്ളന്മാർക്ക് ഇവൻ രാജാവാ, അതുപോലത്തെ ഒരു കള്ളനേവൻ. പിന്നെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിയിലെ മറ്റേ പവർ മാറ്റുന്ന പവർ കൂടിയൊക്കെ വരുന്നുണ്ട് അവന്റെ. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? പിന്നെ 24 hours കരച്ചില്ല, എന്ത് പറഞ്ഞാലും കരച്ചില്ല. അത് അത്രേ ഉള്ളൂ ഋഷിയെ കുറിച്ച്. ഇത്ര മോശപ്പെട്ട വ്യക്തി, ഇത് തോൽവി. ഞാൻ ജിൻഡോയെ കുറിച്ച് പറയും. ജിൻഡോയായിട്ട് മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ജിൻഡോയ്ക്ക് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ജിൻഡോ മാസ്ക് ധരിക്കും. മാസ്ക് എന്താന്ന് പോലും ജിൻഡോയ്ക്ക് അറിയില്ല, സത്യം പറയാറില്ല. ജിൻഡോ ജിൻഡോ ഭയങ്കര മണ്ടറാണ്. നമുക്കൊക്കെ അറിയുകയും ചെയ്യാം മണ്ടറാണെന്ന്. പക്ഷെ ജിൻഡോയുടെ വിചാരം ജിൻഡോ ഒരു മരമണ്ടനാണെന്നാണ്. ജിൻഡോ ഒരു മരമണ്ടനായിട്ട് നിന്ന് ജിൻഡോ ഇവിടെ കളിക്കുകയാണെന്നാണ് ജിൻഡോ ധരിച്ചു വെച്ചിരിക്കുന്നത്. ജിൻഡോ ഞാൻ പറയും ജിൻഡോ ഒരു ലോകമണ്ടനാണ്. കാരണം ജിൻഡോയുടെ എല്ലാ ആക്ടും മണ്ടത്തരങ്ങൾ നിറഞ്ഞ ഒരു ആക്ടാണ്. ജിൻഡോയ്ക്ക് അതിന്റെ വരുമരകളെ കുറിച്ച് തീരെ അറിയാനേ പാടില്ല. ജിൻഡോ ഒന്നും ചിന്തിക്കാതെയാണ് ഓരോ കാര്യങ്ങളും മണ്ടത്തരങ്ങൾ ഇവിടെ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ മേക്കപ്പ് തീരെ ഇഷ്ടമല്ല, ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കാത്ത ഒരാളാണ് ജിൻഡോ. എന്താ പറയാ, ചില നേരത്ത് ജിൻഡോയുടെ സ്വഭാവം ചില സമയത്ത് പുറത്ത് വരാറേയില്ല. പക്ഷെ ജിൻഡോ അത് കവർ ചെയ്യാറേ ഇല്ല എന്നുള്ളതാണ് സത്യം. ജിൻഡോ അത് ഭയങ്കര ഒരു കഴിവാണ്. പിന്നെ ജിൻഡോയ്ക്ക് ഇവിടെ ഉള്ള ഒരു വ്യക്തിയെ കുറിച്ചും ഒരു ധാരണയില്ല. ജിൻഡോയ്ക്ക് ഇവിടെ ഉള്ള ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ചും ഒരു ധാരണയില്ല. അവരുടെ ഗെയിമിനെ കുറിച്ച് അറിയത്തേയില്ല. പിന്നെ ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ജിൻഡോ തീരെ പ്ലാൻ ചെയ്യാത്തൊരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെ ഒരു പ്ലാനിങ് നടത്താതെ വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഇപ്പൊ ഞാൻ എന്ത് പറയാനാണ്? ഇതിൽ കൂടുതൽ ഞാൻ മനസ്സിലാക്കിയ ജിൻഡോ ഇതൊക്കെയാണ്. ജിൻഡോ ഇതൊക്കെ മാറ്റി ജിൻഡോ വന്ന ജിൻഡോ തോറ്റുപോകും. ഓക്കെ, താങ്ക് യു. വാട്ടർ തീം പാർക്കിൽ വന്നതാണ് ഗബ്രി. അപ്പോ ഗബ്രിക്ക് ഇഷ്ടമല്ല, പൊതുവെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ്. ഒട്ടും ഒരു ഹോംലി ഫീൽ ഒന്നിനും കൊടുക്കാത്ത ഒരാളാണ്. അപ്പൊ വാട്ടർ തീം പാർക്ക് ആവുമ്പോ പിന്നെ എന്തായാലും ആക്ടിവിറ്റീസ് ചെയ്യണമല്ലോ, ചെയ്തേ പറ്റൂ എന്നുള്ളൊരു മടിയോട് കൂടിയിട്ടാണ് പലതും ചെയ്യുന്നത്. പല കാര്യങ്ങളും ഇപ്പൊ ഈ വാട്ടർ തീം പാർക്ക് പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട റൈഡൊക്കെ കാണും, അതിലൊക്കെ കയറുന്നൊക്കെ ആഗ്രഹവും കാണും. പക്ഷെ എന്നാലും അതിലൊന്നും ആക്റ്റീവ് ആവില്ല, ചോദിച്ചു മേടിക്കില്ല, ഒന്നും ചെയ്യില്ല. ആളിങ്ങനെ മാറി സൈലന്റ് ആയിട്ടിരിക്കും. പിന്നെ ആരെങ്കിലും ഈ ഡബിൾസ് റൈഡൊക്കെ പോകുന്നത് കാണുമ്പോ അത് ഒട്ടും ഇഷ്ടാവില്ല. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അവിടുന്ന് ഓടിപ്പോവും. പിന്നെ ആ ഭാഗത്ത് കൂടി നോക്കാനേ പോവില്ല. പിന്നെ സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഒട്ടും. ചില റൈഡിന് അവിടെ പോയിട്ട് നമ്മള് ടിക്കറ്റ് കൊടുത്ത് വാങ്ങണല്ലോ, അത്യാവശ്യം പറഞ്ഞിട്ടെങ്കിലും മേടിക്കണം. ചിലപ്പോ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ മേടിച്ചിട്ട് പോരും. സംസാരമൊക്കെ വളരെ കുറവാണ്, ഒന്നും വാങ്ങാറില്ല. പിന്നെ പൊതുവെ ഭക്ഷണത്തിനോട് ലേശം താല്പര്യം കൂടുതലാണ്. ഫുഡ് കൗണ്ടറിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ
എല്ലാം ഓർഡർ ചെയ്ത് കറക്റ്റ് ആയിട്ട് മേടിക്കും. അത് ഭയങ്കരമാണ്. പിന്നെ മറ്റു വ്യക്തികളോട് അതിയായ സ്നേഹം, ഇഷ്ടം, കരുണ എല്ലാം കാണിക്കുന്ന ഒരു വളരെ നല്ല വ്യക്തിയാണ്. പിന്നെ ഗെയിം വാട്ടർ തീം പാർക്ക് ആവുമ്പോ ഗെയിമും ചലഞ്ചും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. ഒട്ടും സ്വയം ലാഭം നോക്കാറില്ല. ബാക്കിയുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുത്തൊക്കെ എല്ലാ കാര്യങ്ങളും മാറി നിൽക്കുന്നതൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർ തീം പാർക്ക് പോയി കഴിഞ്ഞാൽ ഒട്ടും ആക്റ്റീവ് അല്ലാതെ, ഒട്ടും ഒരു ഗെയിം കളിക്കാതെ, എല്ലാത്തിനും വിട്ടുകൊടുത്തും ഒന്നിനും പ്രതികരിക്കാതെയും അങ്ങനെ ആ വാട്ടർ തീം പാർക്കിനോട് ഒട്ടും സ്നേഹം കാണിക്കാതെ വെറുപ്പോട് കൂടി അവിടെ നിന്നു പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പറഞ്ഞ അപ്സര പറഞ്ഞത്. ഒട്ടും മുഖത്ത് എക്സ്പ്രഷൻ വരാത്ത ഒരാളാണ് അപ്സര. എപ്പോഴും അടച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്സര. ജോലിയിൽ ഇത്ര മടി കാണിക്കുന്ന ഒരു വ്യക്തി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. വാ തുറന്നാലോ ശബ്ദം കൊച്ചിനില്ലേ ഇല്ല. പിന്നെ സ്വന്തം പുകഴ്ത്തൽ ഒട്ടുമില്ല അപ്സരയ്ക്ക്. പിന്നെ ഗ്രൂപ്പ്സിൽ എല്ലാവരോടും ഒട്ടുമേ ആക്റ്റീവ് കാണിക്കാതെ മിണ്ടാണ്ട് എവിടെയെങ്കിലും പോയി ഇരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്സരയ്ക്ക്. പിന്നെ സ്നേഹം ഒട്ടുമേ ഇല്ല, സത്യസന്ധത ഒട്ടുമേ ഇല്ല. പിന്നെ ഗെയിംസിലൊക്കെ ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ ചെയ്യാനേ താല്പര്യമില്ല, ഒരു കാര്യം ചെയ്യാനേ താല്പര്യമില്ല. അങ്ങനെ ബോറടിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്സര. പിന്നെ സ്വന്തം പുകഴ്ത്തൽ ഒട്ടുമേ ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. അപ്പോ അൻസിബേച്ചിക്ക് തീരെ ഫുഡ് വെക്കാനേ അറിയില്ല, വായിൽ വെക്കാനേ കൊള്ളില്ല ഫുഡ്. കിച്ചൺ ടീമിലാണല്ലോ ഇപ്പൊ, തീരെ കൊള്ളില്ല ഫുഡ്. പിന്നെ അൻസിബേച്ചി കട്ടില് അവിടെ ഇരിക്കാറുണ്ട്, ഫുൾ ടൈം ഇരിക്കാറുണ്ട്. അൻസിബേച്ചി ഫുൾ ടൈം കട്ടിലാണ്. പിന്നെ തീരെ നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. അത് അടുത്ത പോയിന്റ്, നന്നായി സംസാരിക്കും. പിന്നെന്താ, ചേച്ചി നന്നായിട്ട് മേക്കപ്പ് ഇടാറേ ഇല്ല. പിന്നെ എത്രയൊക്കെ തള്ളു, കുറച്ചുള്ളൂ പാവം. ഗബ്രി അപ്സര. എനിക്ക് ഈ വീട്ടിൽ ഇത്രയും ദേഷ്യമുള്ളൊരു വ്യക്തി വേറെ ഇല്ല. കണ്ണെടുത്താ എനിക്ക് കണ്ടുകൂടാ. ഇപ്പൊ നോക്കുമ്പോ പോലും എനിക്ക് ഭയങ്കര വെറുപ്പ് തോന്നുന്ന ഒരു വ്യക്തിയാണ് അപ്സര. ഇത്രയും മോശം ഒരു ക്യാപ്റ്റൻ ബിഗ് ബോസിന്റെ സീസൺ 6 പോയിട്ട് ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുണ്ടോ ഇത്രയും മോശമുള്ള ഒരു ക്യാപ്റ്റൻ? എനിക്ക് തോന്നുന്നു പൈസ കൊടുത്ത് മേടിച്ചതാണ്. പുറത്തുനിന്ന് കയറിയ സമയത്ത് അപ്സര പൈസ കൊടുത്ത് ഏൽപ്പിച്ചിരുന്നു ഈ ബെസ്റ്റ് ക്യാപ്റ്റൻ എന്നുള്ള ടാഗ് കിട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും വേസ്റ്റ് ക്യാപ്റ്റൻ എന്നുള്ള ടാഗിന് ഇവിടെ ഏറ്റവും അർഹയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്സര. അത് ടീമിന്റെ കാര്യത്തിലാണെങ്കിലും ടോട്ടൽ ഹൗസിന്റെ ക്യാപ്റ്റൻസിയിലാണെങ്കിലും ഇത്രയും മോശം ഒരു ക്യാപ്റ്റൻസി ഹിസ്റ്ററി ഓഫ് ബിഗ് ബോസിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ബാക്കിയുള്ളവരോടൊക്കെ ഒരു തരം വെറുപ്പ്. ആരെ കണ്ടു കഴിഞ്ഞാലും മറ്റേ മുഖത്ത് നോക്കി ഭയങ്കര സ്നേഹം കാണിച്ചിട്ട് പിന്നീക്കോടെ ഒരുമാതിരി വർത്തമാനം ഒളിച്ചു വന്നിരുന്ന് മൊത്തം പറയണത് എന്താ, എന്നെ കണ്ണെടുത്താ കണ്ടൂടാ. സംഭവം വന്ന ദിവസം എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. വന്ന ആദ്യത്തെ ആഴ്ച എന്നെ എന്തൊരു സ്നേഹമായിരുന്നു അറിയോ. നമ്മളെ എടുത്തുകൊണ്ട് നടക്കുന്നു, ഫുഡ് കാര്യത്തായിരുന്നു, അത്ര സ്നേഹമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അപ്സരയാണ്. എന്തിനു കൊള്ളാമോ മുഖത്തേക്ക് ഒന്ന് നോക്കി കാണാൻ കൊള്ളാമോ? നല്ല ഡ്രസ് ഇടും, മേക്കപ്പ് ചെയ്യും, ആ മുടി എന്തിനു കൊള്ളാം? മൊത്തത്തിൽ ഇത്രയും മോശം ഒരു വ്യക്തി ഈ ഹൗസിൽ വേറെ ഉണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ശർമ്മേജി പറഞ്ഞ പോലെ ഇത്രയും മടി എന്തിനു മടിയാ? അല്ല, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു താല്പര്യം വേണ്ടേ? നമുക്ക് മടി പോട്ടെ, എന്തെങ്കിലും ഒരു ടാസ്ക് കിട്ടി കഴിഞ്ഞാൽ അതിനോടൊരു താല്പര്യം, അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനോട് ആത്മാർത്ഥത, ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ല ആത്മാർത്ഥത. പോരെ അൻസിബയാണ്. അൻസിബയുടെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ അപ്പുറത്തെ സെറ്റ് വരെ കേൾക്കാം. കലബില എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ എന്ത് പറഞ്ഞാലും കലബില 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 മാത്രമാണ് അൻസിബ.
രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് കേൾക്കുന്ന വോയിസ് അൻസിബയുടെ ആയിരിക്കും. എന്തൊരു ലഹള വന്നാലും എനിക്ക് പറയണം എന്ന് പറഞ്ഞ് അതിന്റെ ഇടയിൽ കയറി വരുന്ന ഒരാളാണ് അൻസിബ. പിന്നെ കുക്കിംഗ്, വായിൽ വെക്കാൻ പറ്റാത്ത പോലത്തെ ഫുഡാണ്. മേക്കപ്പ് ചെയ്യാൻ തീരെ ഒട്ടും അറിയില്ല, മേക്കപ്പ് ചെയ്യാറേ ഇല്ല. പിന്നെ വല്ല ടാസ്ക് തരാണ്, ആക്ടിങ്ങിന്റെ ടാസ്ക് വരികയാണെങ്കിൽ അഭിനയം എന്നുള്ളത് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ല ആൾക്ക്. പിന്നെന്താ, പിന്നെ പാട്ട്, ദൈവം സഹിക്കാത്ത പോലെ പാട്ടാണ്. പിന്നെ നമ്മുടെ എന്തെങ്കിലും കൈയൊക്കെ പോയി, എന്റെ കൈ പൊട്ടി എല്ലാരും നോക്കുമ്പോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാനുള്ള മനുഷ്യത്തില്ലാണ്ട് മാറി നിൽക്കുന്ന ആളാണ് അൻസിബ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. റസ്മിൻ, ഇതുപോലെ ആൾക്കാരെ നോക്കാത്ത ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മനുഷ്യന്മാരെ തിരിഞ്ഞു നോക്കാറില്ല, ഫ്രണ്ട്ഷിപ്പിനൊന്നും ഒരു വാല്യൂയും കൊടുക്കൂല, ആരോടും ഒരു താല്പര്യം ഇല്ലാത്ത കുട്ടിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ പല പല ഗ്യാങ് ഉണ്ടല്ലോ, ഒരു ഗ്യാങ്ങിലും പോവില്ല, ഒറ്റയ്ക്ക് മാറിയിരിക്കും, സ്വന്തം കാര്യം മാത്രം നോക്കും. പിന്നെ പാവം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഇതുപോലൊരു പാവത്തെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മിണ്ടില്ല, അവിടെ നിന്ന് മാറി ചെയ്യും. പിന്നെ നമുക്ക് അൺപാർലമെന്ററി വാക്കുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുള്ള സംഭവങ്ങളൊക്കെ ആരുടെങ്കിലും വായി നിന്ന് അപ്പൊ തന്നെ ചെവിയും പൊത്തി ഓടി വിടും, ഇവിടെ നിൽക്കില്ല. അത്രയും പാവമായിട്ടുള്ള, വളരെ ഒരു ആളുമായിട്ട് കൂട്ടുകൂടാത്ത, ആരുടെയും കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ എത്തിക്കാത്ത ഒരു പാവത്താനാണ് റസ്മിൻ. അതെന്താ? നൈസ് കോസ്റ്റ്യൂം. അപ്സരേച്ചിയുടെ നന്മമരമാണ്. അപ്സരേച്ചിന്റെ വ്യൂല് ഈ കൈയാണ് വെച്ചോ, ഈ വിരലുകൾക്കെല്ലാം സെയിം ലെങ്ത് ആണ്. ഓക്കെ. പിന്നെ അപ്സരേച്ചിനോട് ഒരു നെഗറ്റീവ് എന്തെങ്കിലും ഒരു കാര്യം ചേച്ചിനോട് പറഞ്ഞാൽ ചേച്ചിന്റെ മുഖത്ത് ദേഷ്യം വരില്ല. പിന്നെ അപ്സരേച്ചി യൂണിറ്റി എന്നൊരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ് എല്ലാം തന്നെ ചേച്ചിയുടെ കണ്ണിൽ ശരിയാണ്. ഇത്രയും കാര്യം. ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് വലിയൊരു ഇഷ്ടമൊന്നും തോന്നാത്ത ഒരാളാണ് റസ്മിൻ. ഒട്ടും ക്യൂട്ടേ അല്ല, ഒരാളെയും സഹായിക്കാത്ത ഒരാളാണ്. സഹായത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് റസ്മിൻ അവിടെ എത്താറേ ഇല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു അധ്യാപികയ്ക്ക് വേണ്ട ബേസിക് ക്വാളിറ്റീസ് എല്ലാം റസ്മിനുണ്ട് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യാൻ പറയുക, അതുപോലെ തന്നെ ചപ്പ് ചവറുകൾ വലിച്ചെറിയുക, അതുപോലെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടേബിളിന്റെ മേലെ വന്ന് കൊട്ടുക, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു നല്ലൊരു അധ്യാപന ഒരാളല്ല റസ്മിൻ. എല്ലാവരുടെയും ഫ്രണ്ട് ആവാൻ പറ്റാത്ത ഒരാളാണ് റസ്മിൻ. പക്ഷെ എല്ലാവരുടെയും കൂടെ ഫ്രണ്ട് ആവാൻ പറ്റും എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റസ്മിൻ എല്ലാവരുടെയും ഫ്രണ്ടേ അല്ല, ആരുടെ ഫ്രണ്ട്ഷിപ്പും കാണിക്കുന്നില്ല. അപ്പൊ ഞാനത് സ്ട്രാറ്റജി ആണ് എന്ന് ചിന്തിച്ചിട്ട് പോലുമേ ഇല്ല റസ്മിനെ പറ്റി. താങ്ക് യു. റസ്മിൻ, ഓക്കെ. ജിൻഡോ ബ്രോ, ഇത്രയും നല്ല മനസ്സിനുടമ ആയിട്ടുള്ള ഒരു വ്യക്തി ബിഗ് ബോസിലേ ഇല്ല. ഇത്രയും മനുഷ്യത്വമല്ല, എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരാള് ഞാൻ എന്റെ ജീവിതത്തിലേ കണ്ടിട്ടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എത്ര നന്നായിട്ടാണെന്നറിയാം അദ്ദേഹം ബിഹേവ് ചെയ്യുന്നത്. അത് ഞാൻ എന്റെ ലൈഫിൽ എവിടെയും കാണാത്ത ഒരു ക്വാളിറ്റിയാണിത്. പിന്നെ എന്താ പറയാ, ഭയങ്കരമായിട്ട് ഷോ കാണിക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടെ ഒന്നും ചെയ്യാറില്ല. അദ്ദേഹത്തിന്റെ സ്പേസ് മാത്രം എടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ. അതുപോലെ തന്നെ ട്രസ്റ്റിങ്ങിനെ കുറിച്ചൊന്നും ഒട്ടും ബോധേഡല്ല. മറ്റുള്ളവര് എന്താ പറയാ, മറ്റുള്ളവരെന്ത് പറയുന്നുള്ളതിനോ അല്ലെങ്കിൽ മറ്റുള്ളവർ അതിനെങ്ങനെ റിയാക്ട് ചെയ്യുന്നോ, അവർക്ക് അതെങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്നോ അതൊന്നും ചിന്തിക്കാതെ എല്ലാവരോടും ഒരേപോലെ വളരെ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ. ജിൻഡോ ജിൻഡോ ഞാൻ റസ്മിനെ കുറിച്ച് പറയാം. റസ്മിൻ എന്ന് പറഞ്ഞാൽ എന്നോട് മാത്രം ഇവിടെ സ്നേഹമുള്ളൂ, വേറെ ആരോടും സ്നേഹമില്ല. നിങ്ങളോട്
ആരോട് സ്നേഹമില്ല, ഭയങ്കര സ്നേഹം എന്നോട്. വന്നപ്പോ മുതൽ ഈ സമയം വരെ ഭയങ്കര സ്നേഹം, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞോളെ കാരണം നല്ല ടീച്ചറായിട്ട് ഇരിക്കണം, ആ ടീച്ചറിന്റെ ഗുണങ്ങൾ കാണിക്കണം എന്നൊക്കെ, അതൊക്കെ ക്ലിയർ ആയിട്ട് കാണിക്കും. കറക്റ്റ് ആണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരോട് ചെന്നിട്ട് നമ്മള് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞ പോലെ എല്ലാം പറയും, സംസാരിക്കും. ഭയങ്കര മറ്റുള്ളവരെ റെസ്പെക്ട് എന്താന്ന് പറഞ്ഞ് പഠിപ്പിക്കും. ഭയങ്കര കഴിവാൾക്ക്. പിന്നെ ആള് നാളെ ബാത്റൂമിൽ ഒരു ലെറ്റർ എഴുതി വെച്ച്, അത് ലെറ്ററിൽ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ അർജുൻ മറ്റേ അത് ചെയ്തു, നിങ്ങളുടെ ലവ് ട്രാക്ക് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്തോളൂ. നല്ല ലെറ്റർ ആയിരുന്നു, ഞാൻ വായിച്ചായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത വേറെ അതിനകത്ത് ലെറ്ററിന്റെ അടിയിൽ എഴുതിയാണ് എന്താണെന്നറിയോ, മറ്റേ ജാസ്മിൻ ഗബ്രി സൂക്ഷിക്കണം, നിങ്ങളുടെ ട്രാക്ക് ക്ലിയർ അല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്താറ്. പിന്നെ റസ്മിൻ കുഴപ്പമില്ല, കാരണം വെച്ചാൽ എല്ലാവർക്കും മാതൃക അവിടെ. ഞാൻ ആള് മാറ്റുന്നുണ്ട്, ഞാൻ ഭയങ്കര വെച്ച ആള് മാറ്റുന്നുണ്ട്. അർജുൻ ഇന്നുണ്ട് കൊറേ ദിവസം. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്തു മലയാളം നല്ല പച്ച മലയാളം സംസാരിക്കും. കുത്തിത്തിരിപ്പ് കുതികാലഘട്ടൽ, പിന്നെ ഇവിടെ പറഞ്ഞ കാര്യം അവിടെ പോയി പറയാ, പിന്നെ അസൂയ പറയാ, ഈഗോ ആയിട്ട് കാണിക്കുക, ജലസ് കാണിക്കുക, പിന്നെ അവിടെ പോയിട്ട് നമ്മളെ കുറ്റം പറയാം, ഇവിടെ പോയിട്ട് നമ്മളെ കുറ്റം പറയാം, പിന്നെ നമ്മൾ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ അപ്പുറത്ത് പോയി പറയാ, പിന്നെ നമ്മൾ നന്നായിട്ട് ഒരുങ്ങി വന്നാൽ അവര് കൊള്ളില്ല എന്ന് പറയാ. അങ്ങനെ വൃത്തിയായിട്ട സ്വഭാവം, ഒരു 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 പെൺകുട്ടി, ഒരു മനുഷ്യന് വേണ്ടാത്ത ഏറ്റവും വൃത്തിയായിട്ട സ്വഭാവമുള്ള വ്യക്തിയാണ് ശ്രീതു. പിന്നെന്താ പറയാ, ഐലാഷസ് ഉപയോഗിക്കത്തേ ഇല്ല. അതിലിങ്ങനെ ഈ തൃശ്ശൂർ പൂരത്തിന് കൊള വരുന്ന വെച്ചാൽ ഐലാഷസേ ഉപയോഗിക്കത്തില്ല. പിന്നെ ഡിപ്രഷൻ വന്ന ഐസ്ക്രീം കഴിക്കത്തില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അക്ഷര ചേച്ചി ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടാ. കാരണം എനിക്കിവിടെ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇപ്പോഴാണ് അത് പറയാൻ ഒരു അവസരം കിട്ടിയത്. എന്നെ ഇവിടെ ഒട്ടും ഇഷ്ടമല്ലാത്ത, എനിക്ക് ഇഷ്ടമല്ലാത്ത അർജുനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം അർജുൻ കുറെ നാളായിട്ട് ശ്രീധുവിന്റെ പുറകെ നടന്ന് പറയുന്നുണ്ടായിരുന്നു, ശ്രീധു എന്നെ ക്യാപ്റ്റൻ ആക്കണം. അവസാനം ശ്രീധുവിനെ കണ്ടപ്പോൾ കക്കൂസ് ക്യാപ്റ്റൻ ആക്കാനാണ് തോന്നിയത്, അതുകൊണ്ട് കക്കൂസ് ക്യാപ്റ്റൻ ആക്കി. പിന്നെ നിങ്ങൾ ആരും കാണാത്ത കുറെ വൃത്തികെട്ട സ്വഭാവങ്ങൾ അർജുനുണ്ട്. ഈവൻ ഇന്നലെ അത് തെളിയിക്കുന്ന ഒരു ഇൻസിഡന്റ് പോലും നമ്മുടെ ബാത്റൂം ടീമിലുണ്ടായി. വൈകുന്നേരം ഞങ്ങൾ രാത്രിയാണ് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഞാൻ അർജുനോട് എപ്പോഴും പറയും, നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളെയൊക്കെ ഒരുമിച്ച് വിളിക്കണമെന്ന്. പക്ഷെ അർജുൻ എന്താ എന്റെ അടുത്ത് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം എന്നെ മാത്രം വിളിച്ചില്ല. കാരണം ഞാൻ മാറിയിരിക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും എല്ലാവരും വന്ന് കംപ്ലൈന്റ് ചെയ്യുമല്ലോ. കാരണം ഞാൻ ഇവിടെ ആരോടും പറയാറേ ഇല്ല എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന്. അതുകൊണ്ട് അർജുൻ എന്നെ മാത്രം വിളിച്ചില്ല. അർജുൻ റസ്മിനെയും കൂട്ടിപ്പോയി ഒറ്റയ്ക്ക് പണിയെടുക്കുമായിരുന്നു. ഇത് ഞാൻ അവിടെ ചെല്ലപ്പോ കാണുന്നത് അർജുൻ ഒരു പണി എടുക്കുന്നില്ല. അർജുൻ അവിടെ ആ ബ്ലാക്ക് ഒരു സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്, അതിന്റെ പുറത്ത് കാലുമേ കാല് കയറ്റി ഇരുന്നിട്ട് റസ്മിനോട് ആജ്ഞാപിക്കുകയാണ്, നീ അത് ചെയ്യ്, ഇത് ചെയ്യ്, അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ പാവർ റസ്മിന് ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. എന്നിട്ട് റസ്മിൻ കഷ്ടപ്പെട്ട് നിലം തുടച്ചുകൊണ്ടിരിക്കുവായിരുന്നു. നിലം തുടച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിന്റെ വള്ളിയിൽ കുരുങ്ങിയിട്ട് റസ്മിൻ നിലം പതിച്ച് താഴെ വീണു. അവിടെ ഇട്ട് അർജുൻ റസ്മിനെ ചവിട്ടുന്നതാണ് ഞാൻ ചെന്ന് കാണുന്നത്. എന്നിട്ട് ഞാൻ ഇവിടുന്നേ കാണുമ്പോൾ ഞാൻ അരേന്ന് വിളിച്ച് ഓടിച്ചെന്നു. അത് ഞാൻ വിളിച്ചത് എന്നെ മുടിയിൽ കുത്തിപ്പിടിച്ച് നിലത്തെടുത്ത് അടിച്ചു. അത് കണ്ടോണ്ട് ജിൻഡോ ചേട്ടൻ, ഇവിടെ ബിഗ് ബോസ് പാവൻ ജിൻഡോ ചേട്ടന് ഒരു ഗ്യാസിന്റെ ഗുളിക കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്യാസ് ഗുളികയും ഒരു ബോട്ടിൽ വെള്ളമായിട്ട് ജിൻഡോ ചേട്ടൻ പതിയോ എന്റെ വിളി കേട്ടിട്ട് ജിൻഡോ ചേട്ടൻ ഓടി വരുമ്പോൾ ജിൻഡോ ചേട്ടൻ കാണുന്നത് അർജുൻ ഞങ്ങൾ രണ്ടുപേരും ഉപദ്രവിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോഴേക്കും പറ്റില്ല എന്ന് പറഞ്ഞ് ജിൻഡോ ചേട്ടൻ ക്യാപ്റ്റനോടും പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ക്യാപ്റ്റൻ പറഞ്ഞു, അർജുൻ ആയതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല, അർജുൻ വീട്ടിൽ നടക്കുന്നത്, അർജുൻ പറയുന്നത് മാത്രം നിങ്ങൾ അനുസരിച്ചാൽ മതി. ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിലും അർജുൻ പറയുന്നതാണ് ഞാൻ അനുസരിച്ചാണ്. അർജുന്റെ തോന്നിവാസമാണ് വീട്ടിൽ നടക്കുന്നത്, അത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. ദൈവത്തെ ഓർത്ത് പ്ലീസ് ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെ നമ്മുടെ ടീമിൽ ക്യാപ്റ്റനിൽ നിന്ന് മാറ്റിയിട്ട് പകരം എന്നെ ആക്കണമെന്നാണ് അഭ്യർത്ഥന. ഗബ്രിയെ പറയണം. ഗബ്രി വന്നിട്ട് വെരി ഇന്നസെന്റ്, വെരി കാം, പീസ് ആയിട്ട് ആരുടെ പ്രോബ്ലംസ് നടുവിൽ കയറി കൊണ പറയാത്ത ഒരു വ്യക്തിയാണ് ഗബ്രി. 24/7 വന്നിട്ട് മേക്കപ്പേ
വ്യക്തിയാണ് ഗബ്രി. പിന്നെ ഒരാളെ മറ്റും പാമ്പർ ചെയ്യില്ല, എല്ലായിടത്തിലും പോയിട്ട് ഓരോരോ സെപ്പറേറ്റ് ആയിട്ടാണ് പാമ്പർ ചെയ്യുന്നത് ഗബ്രി. ഒരാൾ മറ്റും ഫോക്കസ് ചെയ്യേണ്ട, എല്ലാവരും ഓരോരുത്തരാ തനിയാ സോളോവാ കൊണ്ടുപോയിട്ട് പാമ്പർ ചെയ്യുന്ന വ്യക്തിയാണ് ഗബ്രി. പിന്നെ വന്നിട്ട് ഗബ്രിക്ക് തിമിരില്ല. തിമിർ മീൻസ് മലയാളത്തിൽ അഹങ്കാരം സുത്തമായിട്ടില്ല. പിന്നെ വെരി കെയറിങ്, വെരി ലവിങ്, എന്ത് പറഞ്ഞാലും അതിന് തിരിച്ച്